അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വറുത്തരച്ച കറിയുമായിട്ടാണ് കേട്ടോ. അതായത് കായും പച്ചക്കായും ചെമ്മീനും കൂടി നമുക്ക് വറുത്തരച്ച് നല്ലൊരു ഒഴിച്ച് കറി ഉണ്ടാക്കാം. നല്ലൊരു നാടൻ കറിയാണ്. ഇതിനു വേണ്ടി ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഒരു 3 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തക്കായ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നാടൻ കറികൾ ഉണ്ടാക്കി കൊടുത്താൽ അത് നല്ല ഇഷ്ടത്തോടു കൂടി എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കായിലേക്കും ചെമ്മീനിലേക്കും ഞാൻ ഈ അരപ്പും കൂടി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം കുടപ്പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടപ്പുളി ഇപ്പോൾ ചേർക്കില്ല, ഈ കുടപ്പുളി ഇത് തിളച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുടപ്പുളി ചേർത്ത്, അത് ക്യാമറയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ നമ്മുടെ കറി ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. ഉള്ളിയും കുറച്ച് ഉലുവയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.